വർഷങ്ങൾക്ക് ശേഷം ആ പഴയ സുഹൃത്തുക്കൾ മധുര സ്മരണകൾ പങ്കുവയ്ക്കാൻ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ്റെ അടുക്കൽ ഒത്തുകൂടി. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷം അവർ പ്രകടിപ്പിച്ചു. പലരും പല മേഖലകളിൽ ജീവിക്കുന്നു. തങ്ങളുടെ ആ പഴയ അധ്യാപകനുമായി അവർ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. ഓരോരുത്തരും പല മേഖലകളിൽ ജീവിക്കുന്നു എന്നറിഞ്ഞ് ആ അധ്യാപകൻ സന്തോഷിച്ചു. തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം അകത്തുപോയി ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ചായ എടുക്കുവാൻ പലതരത്തിലുള്ളതും വില കൂടിയതും കുറഞ്ഞതുമായ ഗ്ലാസുകളും കപ്പുകളും ക്രിസ്റ്റൽ കപ്പുകളും സാധാരണ കപ്പുകളും എല്ലാം നിരത്തി വെച്ചിട്ട് അവർ തന്നെ സ്വയം ചായ എടുത്തു കുടിക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും ചായ എടുത്തു കഴിഞ്ഞപ്പോൾ ആ അധ്യാപകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എടുത്തിരിക്കുന്നത് ഇവിടെയുള്ളതിൽ മനോഹരമായ കപ്പുകളാണ്. വില കുറഞ്ഞ സാധാരണ കപ്പുകൾ എടുക്കാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിച്ചു. ഇത് സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമാണ്. മനോഹരമായതും വില കൂടിയതുമാണ് എല്ലാവർക്കും ഇഷ്ടം. വില കൂടിയ കപ്പുകളിലുള്ള ചായയും വില കുറഞ്ഞ കപ്പുകളിലുള്ള ചായയും തമ്മിൽ എന്തു വ്യത്യാസം? രുചിയിലോ ഗുണത്തിലോ വ്യത്യാസമില്ലല്ലോ. ചായയേക്കാൾ ചായക്കപ്പുകൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് നാം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. ആന്തരികമായ കാര്യങ്ങളേക്കാൾ ബാഹ്യമായതിന് പ്രാധാന്യം കൊടുക്കുന്നതിനാണ് എല്ലാവർക്കും ഇഷ്ടം. 1,00,000 രൂപയുടെ വാച്ചും 500 രൂപയുടെ വാച്ചും ഒരേ സമയം തന്നെയല്ലേ കാണിക്കുന്നത്? എങ്കിലും വില കൂടിയ വാച്ചുകളോട് ഒരു താല്പര്യം. വീടുകൾ പണിയുമ്പോൾ സൗകര്യങ്ങളെക്കാൾ കൂടുതൽ ഭംഗിക്ക് പ്രാധാന്യം നൽകുന്നവരാണ് മിക്കവരും. സൗന്ദര്യ വസ്തുക്കൾ ധാരാളം ഉപയോഗിച്ച് സുന്ദരന്മാരും സുന്ദരികളുമായി ജീവിക്കുന്ന മിക്കവരും തങ്ങളുടെ ആന്തരിക ആളത്വത്തിൻ്റെ സൗന്ദര്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമല്ലേ? ബാഹ്യമുഖ സൗന്ദര്യത്തേക്കാൾ സ്വഭാവ സൗന്ദര്യം എത്രയോ പ്രാധാന്യമർഹിക്കുന്നതാണ്. ബാഹ്യ ക്രമീകരണങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന മിക്കവരും ആന്തരികമായി പലവിധ സംഘർഷങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാകാം. നമ്മുടെ ഉന്നത ഉദ്യോഗം, ധനസമൃദ്ധി, സ്ഥാനമാനങ്ങൾ, ഉന്നത പദവികൾ ഇവയൊന്നും സന്തോഷവും സമാധാനവും നൽകുവാൻ പര്യാപ്തമാകണമെന്നില്ല. സന്തോഷവും സമാധാനവും ആന്തരിക സ്വഭാവത്തിൻ്റെ മഹത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ബാഹ്യ സൗന്ദര്യം മാത്രം കാണുവാൻ കഴിയുന്ന മനുഷ്യരാൽ ലഭിക്കുന്ന മാനത്തേക്കാൾ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹത്വപൂർണമായ ആളത്വത്തിൻ്റെ ഉടമകളായിരിക്കുന്നതല്ലേ ശ്രേഷ്ഠം.